ആ യുവാവിന് സംഭവിച്ചത് ആ നഗരത്തിലൊരു പാട്ടായി. പക്ഷേ ആ കട തേടിപ്പോകുന്നവരുടെ എണ്ണം കുറഞ്ഞില്ല. കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഭയത്തേക്കാൾ വലുതാണല്ലോ. ഇത്തവണ ആ കടയുടെ മരവാതിലിൽ മുട്ടിയത് മീര എന്ന പെൺകുട്ടിയാണ്. അവൾക്ക് വേണ്ടത് പണമോ പ്രശസ്തിയോ ആയിരുന്നില്ല. മീരയ്ക്ക് അവളുടെ മരിച്ചുപോയ അമ്മയെ ഒരു വട്ടം കൂടി കാണണം, സംസാരിക്കണം. ശാസ്ത്രത്തിന് കഴിയാത്തത് ആ കടക്കാരന് കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. കടക്കാരൻ പതിവ് പോലെ നിഗൂഢമായ ആ ചിരിയോടെ അവളുടെ മുന്നിലെത്തി. അയാൾ പറഞ്ഞു, മരിച്ചുപോയവർ തിരിച്ചു വരില്ല മോളെ. പക്ഷേ നിനക്ക് നിന്റെ അമ്മയോടൊപ്പം 1 മണിക്കൂർ ചിലവഴിക്കാം. പകരം നിന്റെ ജീവിതത്തിൽ നിന്ന് ശബ്ദം എനിക്ക് നൽകണം. നീ പിന്നെ ഒരിക്കലും സംസാരിക്കില്ല. സമ്മതമാണോ? അമ്മയെ കാണാനുള്ള വെമ്പലിൽ മീര സമ്മതിച്ചു. പെട്ടെന്ന് മുറിയാകെ പുക കൊണ്ട് നിറഞ്ഞു. പുകമറയ്ക്കുള്ളിൽ നിന്ന് അവളുടെ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നുവന്നു. മീരയ്ക്ക് സന്തോഷം കൊണ്ട് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ വായ തുറന്നപ്പോൾ ശബ്ദം പുറത്തുവരുന്നില്ല. അവൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല. തന്റെ അമ്മയോട് അവസാനമായി പറയണമെന്ന് കരുതിയ ഒരു വാക്കുപോലും പറയാനാകാതെ മീര വിതുമ്പി. അമ്മയുടെ സ്നേഹം മുന്നിലുണ്ട്. പക്ഷെ അത് ഏറ്റുവാങ്ങാനുള്ള ശബ്ദം അവൾക്ക് നഷ്ടമായിരിക്കുന്നു. മീരയ്ക്ക് അമ്മയെ കിട്ടി, പക്ഷേ ശബ്ദം പോയി. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. മീര കടയിൽ നിന്നിറങ്ങുമ്പോൾ അവിടെ ആ പഴയ യുവാവ് നിൽക്കുന്നുണ്ടായിരുന്നു. ഓർമ്മകൾ നഷ്ടപ്പെട്ട ആ യുവാവ് എന്തിനാണ് വീണ്ടും ആ കടയിൽ വന്നത്? കടക്കാരൻ ശേഖരിക്കുന്ന ഈ ഓർമ്മകളും ശബ്ദങ്ങളും എവിടെയാണ് പോകുന്നത്? ഇതാണോ ആ കടയുടെ യഥാർത്ഥ ലക്ഷ്യം? സ്വന്തം ശബ്ദം നൽകി പ്രിയപ്പെട്ടവരെ കാണാൻ നിങ്ങൾ തയ്യാറാകുമോ? ഈ നിഗൂഢമായ പീടികയുടെ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ ആരാണ്? മനുഷ്യനാണോ അതോ മറ്റെന്തെങ്കിലും? അടുത്ത എപ്പിസോഡിൽ ആ വലിയ രഹസ്യം വെളിപ്പെടും. അതുവരെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യൂ. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഈ മാറ്റം കഥയ്ക്ക് കൂടുതൽ ഗാംഭീര്യം നൽകുന്നുണ്ട്. ഇനി എപ്പിസോഡ് 3ലേക്ക് പോകണോ? കടക്കാരന്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണിക്കാം.